വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5, 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറൂസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ട നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്നു നാം കണ്ടിരിക്കുന്നു. തളർവാദവും പാപങ്ങളുടെ മോചനവും. യേശു പതിവ് പോലെ ഒരു ദിവസം തന്റെ ചുറ്റിലും തിങ്ങിക്കൂടിയ ജനങ്ങളോട് തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്താരീതികളും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു തളർവാദ രോഗിയെ സുഹൃത്തുക്കളുടെ സഹായത്താൽ അവിടേക്ക് കൊണ്ടുവരുന്നു. ജനബാഹുല്യത്താൽ യേശുവിന്റെ അടുത്തേക്ക് ആ രോഗിയെ കൊണ്ടുവരാൻ സുഹൃത്തുക്കൾക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ അവർ സാഹസത്തിന് തന്നെ മുതിരുകയാണ്. ആ കെട്ടിടത്തിന്റെ പുരമുകളിൽ അവർ കയറി കട്ടിലിനോടുകൂടെ ഈ രോഗിയെ മേൽക്കൂര മാറ്റിക്കൊണ്ട് യേശുവിന്റെ മുന്നിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ്. അവരുടെ ശുഷ്കാന്തിയും ഉത്സാഹശീലവും നിശ്ചയദാർഢ്യവും തന്നിലുള്ള വിശ്വാസവും മറ്റും കണ്ട് യേശുവിന് യഥാർത്ഥത്തിൽ വളരെയേറെ മതിപ്പും വളരെ അനുകമ്പയും അവരോട് തോന്നിക്കാണണം. യേശു ആ രോഗിയെ വളരെ വിശാലമായ രീതിയിൽ തന്നെ നിരീക്ഷിക്കുന്നു, പരിശോധിക്കുന്നു. ഈ പരിശോധനയുടെയും നിരീക്ഷണത്തിന്റെയും ഫലമായി യേശുവിന് മനസ്സിലാകുന്നു ആ തളർവാദം മാനസികമായിട്ടുള്ള ചില മുറിവുകളാൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന്. ശരീരത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളല്ല ആ തളർവാദം ആ വ്യക്തിയിൽ ഉണ്ടാക്കിയത്. അത് മാനസികമായിട്ട് ആത്മീയമായിട്ടുള്ള മുറിവുകളുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു തളർച്ചയാണത് എന്ന് യേശു മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് യേശു ആ രോഗിയോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ഇനി പാപം ചെയ്യരുത്. ഇത് അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളിൽ ഉണ്ടായിരുന്ന നിയമപണ്ഡിതന്മാരുടെയും ഫരീസയരുടെയും ഇടയിലെ വലിയ വിവാദത്തിന് വിഷയമായി. പാപങ്ങൾ മോചിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നവർക്കറിയാം. പക്ഷെ ഇവിടെ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ യുവാവ് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തനി പോഷത്തരമാണ്, പോഷ്കാണ് എന്ന രീതിയിലാണ് അവരതിനെപ്പറ്റി ചിന്തിച്ചത്.
വിവാദം വളരെ പരക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു അതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനും ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനുമാണ് താൻ. അതുകൊണ്ട് തന്നെ പാപമോചനത്തിനുള്ള അധികാരം തന്നിൽ നിക്ഷിപ്തമാണ്. സത്താപരമായിട്ട് ആ അധികാരം ഉള്ളവനാണ് താൻ എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അവസരം യേശു വിനിയോഗിക്കുകയാണ്. യേശു അവരോടായിട്ട് സംസാരിക്കുന്നു. പാപങ്ങൾ മോചിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മാത്രം അധികാര സീമയിൽപ്പെട്ടതാണ് എന്ന് എനിക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനായി എനിക്ക് എന്റെ സത്തയുടെ ഭാഗമെന്ന നിലയിൽ ഈ അധികാരം ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇവന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചാൽ അതിന്റെ ഫലം അവനിൽ ഉണ്ടാകും. ആ ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. വിവാദങ്ങൾ കൊഴുപ്പിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ യേശു താൻ തന്റെ ദൈവീകത അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തളർവാദ രോഗിയോട് പറയുന്നു, മകനെ, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്ത് നടക്കുക. സത്യത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ വിസ്മയിച്ചു. മാനസികമായിട്ടുള്ള മുറിവുകളുടെ കാരണത്താൽ ആണ് ഈ തളർച്ച എന്ന് മനസ്സിലാക്കി മാനസികമായിട്ടുണ്ടായ മുറിവുകളെ ഉണക്കാൻ യേശുവിന് സാധിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് യേശു ആ രോഗിയോട് കട്ടിലെടുത്ത് നടക്കാൻ പറയുന്നത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് തളർവാദ രോഗി ഉടനെ എഴുന്നേറ്റ് കട്ടിലെടുത്ത് നടക്കുന്നത് തീർച്ചയായിട്ടും അത്ഭുതം. എന്നാൽ യഥാർത്ഥത്തിൽ അത്ഭുതം, അതിനേക്കാൾ വലിയ അത്ഭുതം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ അത്ഭുതം. അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ആന്തരിക സ്വഭാവത്തിൽ ഉള്ളതുകൊണ്ട് പരസ്യമായ രീതിയിൽ തന്നെ യേശു തന്റെ സ്വഭാവം, തന്റെ സത്ത വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട ആ സംഭവം കണ്ടും കേട്ടും അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ വളരെയേറെ പേര് വിസ്മയഭരിതരാകുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് സുവിശേഷകനായ വിശുദ്ധ ലൂക്കാ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇവിടെ നാം മറന്നുപോകാതെ മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ യേശു തന്നെയാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്, നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ യേശു തന്നെയാണ് ഇന്നുമുള്ളത്. അതുകൊണ്ട് ആ യേശുവിൽ നാം ആശ്രയിച്ച് ആ യേശുവിലുള്ള വിശ്വാസം തീവ്രമാക്കി യാഥാർത്ഥ്യബോധത്തോടു കൂടി നാം നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.